Find the radian measure. 47 degree 30 പിന്നെ ആദ്യമേ നമ്മൾ എല്ലാ ഡിഗ്രിയിലോട്ട് മാറ്റണം. നമുക്കറിയാം 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 മിനിറ്റ് ആണ് ഒരു ഡിഗ്രി. അങ്ങനെ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1/2 ഡിഗ്രി. സോ -47 ഹാഫ് ഡിഗ്രി. അപ്പൊ നമുക്ക് അതിന് വരും -95/2 ഡിഗ്രി വരും. ഓക്കെ, കൺവേർഷൻ എന്താണ്? ഡിഗ്രി ടു റേഡിയൻ ആക്കണേ. എന്ത് ചെയ്യണം? ചെറിയ വാല്യൂ ആണ് കിട്ടുന്നത്. കാരണം ഡിഗ്രി 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ 5/6 ആണ്. അപ്പൊ ചെറുതാവുകയാണ്. അപ്പൊ അതിനെ നമ്മൾ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? ഡിഗ്രി സെൽഷ്യസിൽ കിട്ടുന്ന വാല്യൂവിനെ 180/π വെച്ച് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോറി, കാരണം ചെറുതാകുന്നതുകൊണ്ട് π/180. ഡിഗ്രി സെൽഷ്യസിലുള്ള വാല്യൂവിനെ, കാരണം അത് വലുതാണ്, വളരെ ചെറുതാണെന്ന് വേണ്ടി π/180 വെച്ച് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ π/180 ടൈം -95/2 സിംപ്ലിഫൈ ചെയ്യുക, നമുക്ക് ഈ ആൻസർ കിട്ടും. -19π/72. പറഞ്ഞിരിക്കുന്ന a wheel makes 360 revolution in 1 minute. How many radian does it turn in 1 second? അപ്പോൾ 360 revolution 1 minute ആണ്. ഒരു മിനിറ്റിൽ 360 ഡിഗ്രി റെവല്യൂഷൻ. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര റെവല്യൂഷൻ ആയിരിക്കും? 360/60. കാരണം എന്താണ്? ഒരു മിനിറ്റിൽ 60 സെക്കൻഡ് ഉണ്ട്. 60 സെക്കൻഡിലാണ് 360 ഡിഗ്രി റെവല്യൂഷൻ. ഒരു മിനിറ്റിൽ 360 ഡിഗ്രി റെവല്യൂഷൻ അല്ലെങ്കിൽ എത്രയാണ്? 60 സെക്കൻഡ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര വരും? 6 റെവല്യൂഷൻ പെർ സെക്കൻഡ്. ഒരു ഫുൾ റെവല്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 2π ആണ്. ഒരു ഫുൾ റെവല്യൂഷൻ എത്രയാണ്? 2π ആണ്. അപ്പം 6 കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് എത്ര കിട്ടും? 12π. അത്ര ആംഗിൾ ഇത് എന്ത് ചെയ്യും? ടേൺ ചെയ്യും.